ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് എൻ്റെ ബ്രദർ ഒമാനിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ രാത്രിയിലുള്ള വ്ളോഗാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ സൗണ്ട് മാറിയിട്ടുള്ളത് പനി ആയതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം പനി ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ. അപ്പോൾ വൈകിട്ടായപ്പോൾ തന്നെ വല്യമ്മയും വല്യത്തായും അമ്മച്ചമ്മയും ഇവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വന്ന ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെയായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ റൂമിലിങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് ചായയും പലഹാരങ്ങളും ഒക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കിന് ഞങ്ങൾ റിലേറ്റീവ്സ് എല്ലാം അടുത്തടുത്താണ് താമസിക്കുന്നത്, അപ്പുറത്തേക്കായിട്ടാണ്. അപ്പോൾ അവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ബ്രദർ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവർ വന്ന ടൈമിൽ ബ്രദർ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ബാക്കി തൊട്ടടുത്തുള്ളവരൊക്കെ വന്നപ്പോഴത്തേക്കിന് ആളിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വല്യത്തതിനോട് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്ത ന്യൂസൊക്കെ വെച്ചിട്ട് പോയി, അപ്പോൾ അത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഗോസിപ്പൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അത് ഞാനിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ആ വീഡിയോസൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. വല്യത്ത ഇങ്ങനെ അണ്ണനെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുക, പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ സംഭവം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഈ വന്നവരൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. കുറേ പേരൊക്കെ പോയി, ഇനി ഒരാളും കൂടെ ഉള്ളായിരുന്നു പോകാനായിട്ട്. അങ്ങനെ പിന്നെ ഒരാളെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ടാണ് അത്ത പോകുന്നത്. അപ്പോൾ അവരുടെ വീട് കുറച്ച് ദൂരെയാണ്. അപ്പം രാത്രിയല്ലേ, ബസ് കിട്ടാൻ ലാസ്റ്റ് ഒരു ബസ്സും കൂടെ ഉള്ളായിരുന്നു. അപ്പോൾ അതെൻ്റെ മാമിയാണ്. അപ്പോൾ മാമിയെ കൊണ്ടുവിടാൻ പോയിട്ട് വന്നു. പിന്നെ ഇവിടെ അതേണ്ട എല്ലാവരും ഇന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സംസാരമാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മുടെ മുകളിലുള്ള വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം പറയാൻ വേണ്ടി, നേരത്തെ പറഞ്ഞതാണ് എന്നാലും ലാസ്റ്റ് ടൈമിലൊന്ന് പറയുമല്ലോ, അങ്ങനെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ബ്രദർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇത് കുറച്ച് ലാഗായി പോയത് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ പോലും എനിക്ക് പനിയായിരുന്നു. പിന്നെ അതെല്ലാം ഒന്ന് മാറി വന്നത് ഇപ്പോൾ പിന്നെയും പനിയായി. അപ്പം നമ്മളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട്. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേന് കട്ടൻ ചായയും പിന്നെ ചിപ്സൊക്കെ കഴിക്കുകയാണ്. പിന്നെ ഇത് വല്യമ്മ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള അച്ചാറാണ് കേട്ടോ. അച്ചാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, വല്യമ്മയും അമ്മച്ചമ്മയൊക്കെ ഉണ്ടാക്കുന്ന അച്ചാർ. അപ്പോൾ നമ്മളിതേ മീനച്ചാറുണ്ടായിരുന്നു, പിന്നെ മാങ്ങാച്ചാറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല സെക്യൂറായിട്ട് തന്നെ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. കാരണം നല്ലതായിട്ട് പാക്ക് ചെയ്യാൻ അവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നു. പിന്നെ ചിപ്സും ഉണ്ടായിരുന്നു, അതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളപ്പോഴത്തേന് വെയിറ്റ് ചെയ്തിരുന്ന പരിപാടി തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഞാനും വല്യത്തയുടെ അസിസ്റ്റൻ്റായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അഡീഷണലായിട്ട് വല്യത്ത ഒരു ബാഗ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ട്രോളി ബാഗ്. കാരണം നമുക്കിതിനകത്ത് വെയിറ്റ് അങ്ങോട്ട് കറക്റ്റായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിനകത്തേക്ക് ബാക്കി ഡ്രസ്സ് വെക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷെ അതിൻ്റെ ആവശ്യം എന്തായാലും വന്നില്ല, കാരണം ഈ പെട്ടിയിൽ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇനിയും കൊള്ളും. അപ്പം നമുക്ക് അത്രയും കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. 20 കിലോയെ പറ്റുള്ളായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ മിറർ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ബാഗിൽ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ പോകണം. ജസ്റ്റ് നമ്മൾ തലേ ദിവസം തന്നെ ഒന്ന് വെയിറ്റ് നോക്കിയത്, അതാണ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുള്ളത്. തലേ ദിവസം തന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകേണ്ട എത്ര സാധനങ്ങളാണോ ആ സാധനങ്ങളെല്ലാം നമ്മളൊന്ന് പാക്ക് ചെയ്ത് വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഡ്രസ്സുണ്ടോ, ഈ ഒരു ഡ്രസ്സ് എൻ്റെ ബ്രദർ വർക്ക് ചെയ്തെടുത്ത ഒരു സാറ് കൊടുത്തിട്ടുള്ളതാണ്, ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ ഡ്രസ്സാണ് നമ്മൾ അന്ന് ഇട്ടുകൊണ്ട് പോയത്. പിന്നെ വല്യമ്മ അവിടെ ഇന്ന് എൻ്റെ സിസ്റ്ററിനെയൊക്കെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സിസ്റ്ററിനെയും ബ്രദറിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പറക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ഹൈസൂട്ടൻ, എൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. മോൾ ഉറക്കമായിരുന്നു, അപ്പം മോന് വീഡിയോ കോൾ ചെയ്തതിനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് വിളിച്ചായിരുന്നു. അങ്ങനെ വിളിച്ചതിൻ്റെ ഇടയ്ക്ക് ഞാൻ അതും ഒന്ന് വീഡിയോയിൽ എടുത്തതാണ്. അപ്പോൾ കുഞ്ഞിങ്ങനെ ഇരുന്ന് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് ആ ഒരു ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരോട് കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പിന്നെ ഒന്ന് കട്ട് ചെയ്തു. പിന്നെ നമ്മൾ ബാക്കി പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കണ്ടിന്യൂ ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ സ്ലിപ്പറില്ലേ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ സ്ലിപ്പറും കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അൺബോക്സ് ചെയ്യുന്നത്. അതൊക്കെ ചെയ്തെടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ആൾ ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. പിന്നെ ബാക്കി പാക്കിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കി, എല്ലാം സെറ്റാക്കി നോക്കിയിട്ടുണ്ട്.
പിന്നെ ദേ ഇവരെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. ഞാനാണെങ്കിൽ വീഡിയോ കോളും ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നേരത്തെ ഓരോ പരിപാടികൾ. പിന്നെ വലിയതാണ് എല്ലാ സാധനങ്ങളും സെക്യൂറായിട്ട് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ അച്ചാറും സംഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ എത്രയൊക്കെ പാക്ക് ചെയ്താലും കുറേയൊക്കെ ലീക്ക് ആവുമല്ലോ. അതുകൊണ്ട് കുറേ വട്ടം സെല്ലോ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾറെഡി പാക്ക് ചെയ്തിട്ട് തന്നെ കൊണ്ടുവന്നത്. പിന്നെയും നമ്മൾ ഒന്നും കൂടെ ആ ഒരു ലിഡൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് അത് നമ്മളൊരു ഡ്രസ്സിലൊന്ന് ഇങ്ങനെ പൊതിഞ്ഞ് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ അതാകുമ്പം ഒരുപാട് ലീക്കായി പോകില്ലല്ലോ. പിന്നെ നിങ്ങളീ കാണുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒന്നും ബ്രദർ യൂസ് ചെയ്യുന്ന സാധനങ്ങളെ അല്ല, ഞാൻ നിർബന്ധിച്ച് കൊടുത്തു വിട്ടാണ്. കാരണം അവിടെ വെയിലൊക്കെ അല്ലേ. അപ്പം ഞാൻ പൊന്നു പോലെ യൂസ് ചെയ്തിരുന്ന എൻ്റെ സൺസ്ക്രീൻ പോലും ഞാൻ കൊടുത്തു വിട്ടതാണ്, വെയിലാണല്ലോ യൂസ് ചെയ്യട്ടെന്ന് വെച്ച്. പക്ഷേ എനിക്കറിയാം ഇതൊന്നും യൂസ് ചെയ്യത്തില്ല എന്ന്. പിന്നെ നമ്മളൊരു ഇതിന് വേണ്ടി ഞാൻ കൊടുത്തു വിട്ടെന്നുള്ളൂ. ബോഡി ലോഷനാണേലും പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. ആൾക്കൊരു ഫേസ് വാഷ് ഒരാഴ്ചത്തേക്കിനെ കാണും. അതുകൊണ്ട് 2 ഫേസ് വാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ കൊടുത്ത് വിടണ്ടായിരുന്നു. അവിടെ ഫേസ് വാഷിനൊക്കെ നല്ല റേറ്റ് ആണെന്നാണ് കേട്ടത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഫേസ് വാഷിനൊക്കെ അവിടെ 800 രൂപയ്ക്കാണ്. ഇവിടെ നമുക്ക് 200 റുപ്പീസിനകത്തെങ്ങാണ്ട് കിട്ടും. 175 അത്രയും കണ്ട് ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ സൺസ്ക്രീനും പിന്നെ ബോഡി ലോഷൻ പിന്നെ ഒരു മോയ്സ്ചറൈസർ, അതൊരു ചെറിയ പാക്കായിരുന്നു. ഇത് യൂസ് ചെയ്യത്തില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കൊടുത്ത് വിട്ടത്, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ അതെല്ലാം കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഷാമ്പൂ യൂസ് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പിന്നെ എന്തായാലും നമ്മൾ ഷാമ്പൂ യൂസ് ചെയ്തിരിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെ തന്നെ കൊടുത്തു വിട്ടു. പിന്നെ ബാക്കി വരുന്ന ഡ്രസ്സുകളെല്ലാം ഇത് ഈ ഒരു ബാഗിൽ 7 കിലോ ആണെന്ന് തോന്നുന്നു കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെ ആ ബാഗിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം പാക്ക് ചെയ്തു. പിന്നാണ് ഞാൻ താഴേക്ക് പോയപ്പോഴത്തേനും എൻ്റെ അനിയനും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്. അപ്പം എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഒളിച്ച് കളിക്കുകയാണ് ഫ്രിഡ്ജിൻ്റെ അവിടെ, പിന്നെ ബെഡിൻ്റെ താഴെയൊക്കെ ആയിട്ട് ഒളിച്ച് കളിക്കുകയാണ്. പിന്നെ അതിനിടയ്ക്കൂടെ കുറേ പേര് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് വന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടാണ് ഇവരുടെ ഈ കളിയൊക്കെ. അപ്പോൾ എന്നെ കാണുമ്പോൾ ഓടിപ്പോയി ബെഡിൻ്റെ അടിയിൽ ഒളിക്കും. അത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴത്തേനും ബഹളം ഉണ്ടാക്കും. ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടികൾ. അപ്പോൾ അവനതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നിട്ട് വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ ഓഫ് ആക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും ഇവർ ഓടുന്നു, കളിക്കുന്നു. ഇത് തന്നെ അവരുടെ സ്ഥിരം പരിപാടി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഇതേ ഒരാൾ എൻ്റെ ഐലൈനറൊക്കെ എടുത്ത് ചെയ്യുന്നു. വീണ് കണ്ണി ഇങ്ങനെ കണ്ണെഴുതുന്നേ. ഞാൻ എഴുതി തരാം. ഞാൻ കണ്ണി നല്ലപോലെ എഴുതി തരാം. അയ്യേ മൊത്തം വലിച്ചു വെച്ച് ഞാൻ നാളെ പള്ളിക്കുട്ടി പോകാനുള്ള അതുകൊണ്ട് നോക്കാം. എന്താ ഞാൻ നല്ലപോലെ എഴുതി തരാം. ഇന്നിവിടെ നിൽക്കുവോ? എന്നാ പോകണ്ട പാട്ടി. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ ഇവർ എൻ്റെ അടുത്ത് ഇത്ര കമ്പനിയായിട്ട്. ഇപ്പോൾ ഒരു 1 ഇയർ 1.5 ഇയർ ഒക്കെ ആയിട്ടേ ഉള്ളൂ. അതിന് മുന്നേ ഒന്നും ഇത്ര കമ്പനി എൻ്റെ അടുത്തില്ലായിരുന്നു. ആരുടെടുത്തും ഒരു വലിയ കമ്പനി ഇല്ല. പിന്നെ എൻ്റെ അടുത്ത് അവൾ പിന്നെ കുറച്ച് നാളുകൊണ്ട് എൻ്റെ അടുത്ത് വരുമ്പോഴും ഒക്കെ ഭയങ്കര കാര്യം പറയലും ഒക്കെയാണ്. അവൻ എൻ്റെ അടുത്ത് അങ്ങനെ മിണ്ടത്തില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ അവൻ എൻ്റെ അടുത്ത് മിണ്ടിയിട്ട്. അവൾ പിന്നെ ഒരു 1.5 ഇയർ ഒക്കെ ആയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് കമ്പനിയായിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോകുമ്പോഴെല്ലാം ദേവിനിങ്ങനെ ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലിയിൽ ഏറ്റവും ഇളയത് ഞാനായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഇളയത് ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ എടുത്തുകൊണ്ടൊക്കെ നടക്കാമല്ലോ എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഇവർ വന്നത്. ഇവർ ജനിച്ച സമയം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ചതാണല്ലോ. ഇങ്ങനെ ഞാൻ ഏറ്റവും ചെറുതായിരുന്നു. അപ്പോൾ അതിലും ചെറുതായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് എടുത്തുകൊണ്ടൊക്കെ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രസമായിരുന്നല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര രസമായിരുന്നു. ഇവർ കുഞ്ഞിലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകുമായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതിന് വെയിറ്റ് നോക്കണമല്ലോ. നമ്മൾ സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വെയിറ്റ് നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ വെയിറ്റ് നോക്കാനായിട്ട് എൻ്റെ കസിൻ്റെ കടയിൽ തന്നെ അവർക്ക് കടയുണ്ട്. അപ്പം അവിടുന്ന് നമ്മൾ വെയിങ് മെഷീൻ എടുത്തുകൊണ്ട് വന്നിട്ടാണ് വെയിറ്റ് നോക്കിയത്. അപ്പോൾ നമ്മൾ വെയിറ്റ് നോക്കിയപ്പം എല്ലാം കറക്റ്റാണ്. സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് വെയിറ്റൊക്കെ സെറ്റാണ്. പിന്നെ നമ്മൾ ആ ബാഗിലേക്ക് ബാക്കിയുള്ളതെല്ലാം നമ്മൾ
തള്ളിക്കയറ്റി നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ളവരാണ് ഇവരപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് നമ്മൾ ഈ റാപ്പ് ചെയ്യണമല്ലോ, നമ്മൾ ഈ പ്ലാസ്റ്റിക് വെച്ചിട്ട് റാപ്പ് ചെയ്യത്തില്ലേ, അപ്പോൾ ആ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുമായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരുന്ന സമയത്താണ് ഇവർ വന്നത്. ഇവർ വന്നപ്പോഴത്തേക്കിന് ഇവർ നേരത്തെ ഉംറയ്ക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഇവർക്ക് ആരണ്ട് പറഞ്ഞു കൊടുത്ത ട്രിക്കാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിത് ബെഡിൽ തന്നെ വെച്ച് പാക്ക് ചെയ്യാൻ പോയപ്പോഴത്തേന് അവരെന്തൊക്കെയോ ട്രിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ കസിൻസും അതുപോലെ തന്നെ അവരെല്ലാം കൂടെ നിന്നിട്ട് പാക്ക് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം പോയിട്ടുണ്ടായിരുന്നു. കാരണം അത് നല്ല രീതിക്ക് നമ്മൾ ഒരുപാട് വെട്ടം ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എയർപോർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് 500 റുപ്പീസിനൊക്കെ ഇവരിത് പാക്ക് ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു, റാപ്പ് ചെയ്ത് കൊടുക്കുമെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി നമുക്ക് കൂടുതലായിട്ട് റാപ്പ് ചെയ്തെടുക്കാമല്ലോ. മറ്റേ ജസ്റ്റ് അവരൊന്ന് കറക്കി എടുക്കത്തേ ഉള്ളൂ. അങ്ങനെ അവിടെ ഒരു യുദ്ധം തന്നെയായിരുന്നു അത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പിടിക്കുന്നു ഇങ്ങോട്ട് പിടിക്കുന്നു, അങ്ങനെ ഫുള്ള് അവരെല്ലാം കൂടെ അത് എങ്ങനെയൊക്കെയോ സെറ്റ് ചെയ്തെടുത്തു. അപ്പം ഞാനും വല്യത്തായും കൂടെ അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. ഇനി ഇവർ ബാക്കി പരിപാടി ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളതെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ താഴേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പം അനിയത്തിയും അനിയനും ഒക്കെ ആയിട്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കളിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരുപാട് വട്ടം എനിക്ക് അവരുടെ അടുത്ത് പോകാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഈ ഒരു തിരക്കിലായിരുന്നു, സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഈ കറക്റ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു ടാസ്ക്. അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ ഏറെക്കുറെ ഡ്രസ്സെല്ലാം ഒന്ന് വെച്ചിട്ട് വെയിറ്റൊക്കെ നോക്കി സെറ്റാക്കിയത് കൊണ്ട് കുറച്ച് എളുപ്പമായിട്ട് കിട്ടി. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് വെയിറ്റൊക്കെ നോക്കി എല്ലാം സെറ്റാക്കിയിട്ട് ഫുഡ് കഴിക്കായിരുന്നു. അപ്പം ഞാനും പിന്നെ എൻ്റെ കസിനാണ് നിൽക്കുന്നത്, വൈറ്റ് ഷർട്ട് ഇട്ടത്. അപ്പോൾ ഇവരെല്ലാം എൻ്റെ കസിൻസാണ്. അപ്പോൾ ആ വൈറ്റ് ഷർട്ട് ഇട്ട കസിനുണ്ടല്ലോ, അവൻ ഞാനുണ്ടെങ്കിലേ ഫുഡ് കഴിക്കുമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനും ഇരുന്ന് അവൻ്റെ കൂടെ ഫുഡ് കഴിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റായിട്ട് ഫുഡ് കഴിക്കാനുള്ള ആളായിരുന്നു ഈ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾ. അപ്പം ബ്രദറാണ് ലാസ്റ്റ് ഫുഡ് കഴിച്ചത്. അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ളത് അരിപ്പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കൂടെ വല്യമ്മയും വലുത്തൊക്കെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് വെറുതെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അരിപ്പത്തിരിക്കും ആ ചിക്കൻ കറിക്കുമൊക്കെ. അരിപ്പത്തിരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയാണ്, ചിക്കൻ കറി വീട്ടിലുണ്ടാക്കിയതുമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും ഒരു പഴമൊക്കെ കഴിക്കുന്നുണ്ടോ, അങ്ങനെ പഴമൊക്കെ കഴിച്ചിങ്ങ് നിർത്തി. പിന്നെ ഞാനും എൻ്റെ കസിനില്ലേ അവനും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് വെളിയിലിരിക്കുകയാണ്. വെളിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ ബ്രദർ ഇങ്ങനെ എൻ്റെ ഇടയ്ക്കൂടെ കാര്യം പറയാനായിട്ട് വന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അനിയനും അനിയത്തിയും ഒക്കെ പോകാനുള്ള ടൈമായി. അപ്പം ലാസ്റ്റ് പോകാനൊരു ഉമ്മ തരാനൊക്കെ ചോദിച്ചു, പക്ഷെ അവൾ കൊടുത്തില്ല. അപ്പോൾ അതാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ വെയിങ് മെഷീൻ ഇവിടെ ഇപ്പോൾ ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴത്തേന് അവനൊന്ന് വെയിറ്റ് നോക്കാൻ ആഗ്രഹം. അപ്പം നമ്മൾ ചെന്നാൽ പിന്നെ ഒന്ന് പൊക്കിയെടുത്ത് വെയിറ്റ് നോക്കിയേക്കാം എന്ന് വിചാരിച്ചു. അവനാണെങ്കിൽ വെയിറ്റ് വളരെ കുറവാണ്. അവൻ ഇങ്ങനെ ഫുഡൊന്നും കഴിക്കത്തില്ല, ഫുഡ് കഴിക്കുന്നതിലൊക്കെ വളരെ പിന്നോട്ടാണ്. അവളും അങ്ങനെ ഫുഡ് കഴിക്കത്തില്ല, പക്ഷേ വെള്ളം നല്ലപോലെ കുടിച്ചോളും. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് അവളുടെ വെയിറ്റ് നോക്കുമായിരുന്നു. ഫസ്റ്റ് കയറാൻ പേടിച്ചിരുന്ന രണ്ടുപേരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുപിടിയൊക്കെ ആയി. അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ കയറും എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ സ്വിച്ചിലൊക്കെ പിടിച്ച് ഞെക്കിയൊക്കെ നോക്കുകയാണ്. അപ്പോഴത്തേനും പിന്നെ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് അവർ പോകാനായിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ അവർ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അപ്പോൾ അത്രയേ ഉള്ളായിരുന്നു വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ടാറ്റാ.